നമസ്കാരം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ജീവനെടുത്ത ബാരാമതി വിമാന അപകടത്തിന്റെ പ്രധാന കാരണം വിമാനത്താവളത്തിൽ ആ നേരത്തുണ്ടായിരുന്ന കാലാവസ്ഥയാകാനാണ് സാധ്യതയെന്ന് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ്. ഇതിനൊപ്പം സാങ്കേതിക പിഴവുകളും സംഭവിച്ചു. വിമാനം തകരുന്നതിന് തൊട്ട് മുൻപുള്ള മിനിറ്റുകളിൽ ആകാശത്ത് നടന്നത് അതീവ അപകടകരമായ നീക്കങ്ങളായിരുന്നുവെന്ന് ജേക്കബ് കെ ഫിലിപ്പ് തന്റെ കുറിപ്പിൽ പറയുന്നു. രാവിലെ 8:10 മുംബൈയിൽ നിന്ന് പറന്നുയർന്ന ലിയർ ജെറ്റ് 45 വിമാനം 8:38 ബാരാമതി റൺവേ ലക്ഷ്യമാക്കി താഴ്ന്നിറങ്ങി. എന്നാൽ അവിടെ പൈലറ്റിനെ കാത്തിരുന്നത് ചതിക്കുഴിയായിരുന്നു. മൂടൽ മഞ്ഞ് മൂലം വിസിബിലിറ്റി അതീവമായി കുറഞ്ഞിരുന്നു. റൺവേ കൃത്യമായി കാണാനാകാതെ വന്നതോടുകൂടി പൈലറ്റ് വിമാനം വീണ്ടും ഉയർത്തിപ്പറപ്പിച്ചു. പിന്നീട് 8:41 വിമാനം ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത്. ദുരന്തത്തിന്റെ പ്രധാന കാരണം വിമാനത്തിന്റെ ഉയരക്കുറവാണ് എന്ന വിശകലനവും വ്യക്തമാക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം റൺവേയിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയായിരിക്കുമ്പോൾ വിമാനം 1800 അടി ഉയരത്തിലായിരിക്കണം. എന്നാൽ അപകട സമയത്ത് അജിത് പവാറിന്റെ വിമാനം വെറും 800 അടി ഉയരത്തിൽ മാത്രമായിരുന്നു. അതായത് സുരക്ഷിതമായിരിക്കേണ്ടതിനേക്കാൾ 1000 അടി താഴെ. ILS സംവിധാനമില്ലാത്ത ബാരാമതി പോലെയുള്ള ചെറിയ വിമാനത്താവളങ്ങളിൽ പൈലറ്റ് നേരിട്ട് കണ്ട് വിമാനം ഇറക്കുന്ന VFR രീതിയാണ് പിന്തുടരുന്നത്. കാഴ്ചാ ദൂരം 5 കിലോമീറ്റർ വേണമെന്നിരിക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നത് വെറും 3.2 കിലോമീറ്റർ മാത്രമായിരുന്നു. റിസ്ക് എടുത്തതാണ് ഏറെ വിനയായത്. വിമാനത്തിൽ VIP-കൾ ഉള്ളപ്പോൾ സാധാരണയായി പൈലറ്റുമാർ ഇത്തരം കുറഞ്ഞ കാഴ്ചാ ദൂരത്തിൽ ലാൻഡിങ്ങിന് മുതിരാറില്ല. എന്നാൽ ബാരാമതിയിൽ പൈലറ്റ് ആ റിസ്ക് ഏറ്റെടുത്തോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സുരക്ഷിതമല്ലാത്ത വേഗതയിലും കുറഞ്ഞ ഉയരത്തിലും റൺവേയെ സമീപിച്ചതാണ് അപകടം ഉറപ്പാക്കിയത്. മിനിറ്റിൽ 448 അടി എന്ന തോതിൽ വിമാനം താഴ്ന്നുകൊണ്ടിരിക്കെ റൺവേക്ക് 6 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. ഒളിപ്പിച്ചു വെച്ച വിവരങ്ങൾ മിക്ക പ്രൈവറ്റ് ജെറ്റുകളെയും പോലെ ഈ വിമാനത്തിന്റെയും വിവരങ്ങൾ ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്ന് മുൻകൂട്ടി മറച്ചുവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അപകടത്തിന് തൊട്ടു മുൻപുള്ള ഡാറ്റ വിശകലനം ചെയ്തപ്പോൾ വിമാനം സുരക്ഷാ പരിധി ലംഘിച്ചതായി വ്യക്തമായി. റൺവേ ശരിയായി കാണാനാവാതെ ലാൻഡിങ്ങിന് ശ്രമിച്ചപ്പോൾ വിമാനത്തിന്റെ വേഗവും ഉയരവും തമ്മിലുള്ള തുലനം തെറ്റിയതാണ് തകർന്നു വീഴാൻ കാരണമായത് എന്ന് കരുതപ്പെടുന്നു. ജേക്കബ് കെ ഫിലിപ്പിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ ഉൾപ്പെടെ 5 പേർ കയറിയ ലിയർ ജെറ്റ് 45XR വിമാനം ഇന്ന് രാവിലെ 8:45 അടുപ്പിച്ച് പൂനെക്കടുത്ത ബാരാമതിയിലെ ചെറിയ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ വീണ് തകർന്നതിന് പ്രധാന കാരണം വിമാനത്താവളത്തിൽ ആ നേരത്തുണ്ടായിരുന്ന കാലാവസ്ഥയാകാനാണ് സാധ്യത. ചെറിയ മൂടൽമഞ്ഞ് മൂലം കാഴ്ചാ ദൂരം കുറവായിരിക്കുമ്പോൾ ലാൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപകടത്തിന് രംഗമൊരുക്കുകയും ലാൻഡിങ്ങിനായി സുരക്ഷിതമല്ലാത്ത ഉയരത്തിലും വേഗത്തിലും റൺവേയെ സമീപിച്ചത് അപകടം ഉറപ്പാക്കുകയും ചെയ്തിരിക്കാം. ഏതിനം വിമാനമാണ് എന്നതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും മറയ്ക്കാൻ ട്രാക്കിംഗ് സൈറ്റുകൾക്ക് മുൻകൂർ നിർദ്ദേശം നൽകിയിരുന്നു. മിക്ക പ്രൈവറ്റ് ജെറ്റുകളും ചെയ്യുന്നത് പോലെ തന്നെയാണിത്. വിമാനം മുംബൈയിൽ നിന്ന് പറന്നുയർന്നത് രാവിലെ 8:10 ബാരാമതി റൺവേയിലേക്ക് രാവിലെ 8:38 ലാൻഡിങ്ങിനായി ഇറങ്ങി വന്ന വിമാനം വീണ്ടും പറന്നു കയറി ചുറ്റി പറന്നു വന്ന ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് 8:41 കാണാതാകുന്ന 8:41 153 നോട്ടീസ് ആയിരുന്നു വിമാനത്തിന്റെ വേഗം. റൺവേയുടെ അറ്റത്ത് നിന്നുള്ള അകലം 11 കിലോമീറ്ററും വിമാനം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മിനിറ്റിൽ 448 അടി എന്ന തോതിലും. തറനിരപ്പിൽ നിന്നും വെറും 800 അടി പൊക്കത്തിലായിരുന്നു വിമാനം. അപ്പോൾ ട്രാക്കിംഗ് സൈറ്റുകൾ കാണിക്കുന്ന 2600 അടി സമുദ്രനിരപ്പിൽ നിന്ന് ബാരാമതിയുടെ ഉയരമായ 1800 അടിയും കൂട്ടിച്ചേർത്തതാണ്. വിമാനം 3 ഡിഗ്രി ചെരിവിലും മിനിറ്റിൽ 300 അടി എന്ന തോതിലുമാണ് താഴേക്ക് ഇറങ്ങി വരേണ്ടിയത് എന്ന അംഗീകൃത സുരക്ഷാ മാനദണ്ഡം അതേപോലെ പാലിച്ചാൽ ബാരാമതിയിൽ നിന്ന് 11 കിലോമീറ്റർ അഥവാ 5.9 നോട്ടിക്കൽ മൈൽ അകലെയുള്ള വിമാനം 8:41 തറനിരപ്പിൽ നിന്നും 1800 അടി പൊക്കത്തിലായിരുന്നിരിക്കണമായിരുന്നു. എന്നാൽ ആ നേരത്ത് വിമാനം ഏതാണ്ട് 800 അടി ഉയരത്തിലായിരുന്നു. അതുകൊണ്ട് മാത്രം അപകടം ഉണ്ടാകണമെന്നില്ല. നേരത്തെ പറഞ്ഞ 3 ഡിഗ്രി ചെരിവ് ILS റൺവേയിലേക്കുള്ള ലാൻഡിങ്ങിനാണ് എന്നതാണ് കാരണം. പൈലറ്റ് റൺവേ നേരിട്ട് നോക്കിക്കണ്ട് ദൂരവും കാഴ്ചയും എല്ലാം തുലനം ചെയ്തിറങ്ങുന്ന VFR എന്ന ലാൻഡിങ്ങിൽ ഈ പൊക്കം അസാധാരണമല്ല. അവിടെയാണ് ബാരാമതിയിൽ ഇന്ന് രാവിലത്തെ കാലാവസ്ഥ കടന്നു വരുന്നത്. വിമാനം 10,000 അടിക്ക് താഴെയായിരിക്കുമ്പോൾ വിഷ്വൽ ലാൻഡിങ്ങിന് കാഴ്ചാ ദൂരം സാധാരണഗതിയിൽ 5 കിലോമീറ്റർ വേണം എന്നതാണ് ചട്ടം. ബാരാമതിയിൽ വിസിബിലിറ്റി 3.2 കിലോമീറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ATCയുടെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ കാഴ്ചാ ദൂരത്തിലും ഇറങ്ങാമെന്ന ഇളവുണ്ട് എന്നുണ്ടെങ്കിലും ആ അനുമതി ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല. വിമാനത്തിൽ VIP-കൾ ഉണ്ടെങ്കിൽ ഇത്തരം റിസ്ക് എടുക്കാൻ പൈലറ്റുമാർ സാധാരണ തയ്യാറാകാറുമില്ല. വിമാനത്താവളത്തിലേക്കുണ്ടായിരുന്ന 6 നോട്ടിക്കൽ മൈൽ ദൂരത്തിനുള്ളിൽ മരങ്ങളോ കെട്ടിടങ്ങളോ പോലെയുള്ള തടസ്സങ്ങൾ ഇല്ല എന്ന് സംശയാതീതമായി അറിയുകയും വേണം. ഇത്തരം ലാൻഡിംഗ് സുരക്ഷിതമാണ് എന്ന് കരുതാൻ അത് അത്യാവശ്യമാണ്. റൺവേയിൽ നിന്നുമുള്ള ദൂരം 6 നോട്ടിക്കൽ മൈൽ, 800 അടി പൊക്കം, 153 നോട്ട്സ് വേഗം, മിനിറ്റിൽ 448 അടി എന്ന നിരക്കിലുള്ള താഴേക്കിറക്കം, ILS ലാൻഡിങ്ങിന് ഒരിക്കലും സുരക്ഷിതമായിരുന്നില്ലാത്ത അളവുകൾ കുറഞ്ഞ കാഴ്ചാ ദൂരത്തിലുള്ള വിഷ്വൽ ലാൻഡിങ്ങിനെയും അപകടകരമാക്കി എന്ന് കരുതണം. ALS ഇല്ലാത്ത ബാരാമതി റൺവേയിൽ വിഷ്വൽ ലാൻഡിംഗ് നടത്താൻ ഇറങ്ങി വന്ന വിമാനം
റൺവേ ശരിക്കും കാണാനാകാതെ ഗോ എറൗണ്ട് നടത്തുകയും തുടർന്ന് അപ്പോഴും മെച്ചപ്പെടാതിരുന്ന വിസിബിലിറ്റിയിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിൽ വിമാനത്തിന്റെ വേഗവും ഉയരവും സുരക്ഷിതമായി നിലനിർത്താനാവാതെ നിലം തൊട്ട് തകരുകയും ചെയ്തു എന്ന് കരുതേണ്ടി വരും.